അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥാപനമാണോ ജയ് പ്രോപ്പർട്ടി? അല്ല നിങ്ങൾ ഈ വിദേശത്ത് താമസിക്കുന്ന NRIസിനും അതുപോലെ കൂടുതൽ പണമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്? അങ്ങനെ ഒരിക്കലും അല്ല സാർ. അത് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കി അറിയാം. ഇപ്പം കൂടുതലും നമുക്കൊരു 85% ആൾക്കാരും NRIs ആണ്. പക്ഷേ എന്ന് വെച്ച് ഞങ്ങൾ സാധാരണക്കാർക്ക് ചെയ്യുന്നില്ലെന്നല്ല. ഇപ്പം തന്നെ നിലവിൽ നടക്കുന്ന വർക്കുകളിൽ ഒരു 20% നമുക്ക് വളരെ താഴ്ന്ന നിലയിലുള്ളവരുന്നു. ഇപ്പോൾ 600 സ്ക്വയർ ഫീറ്റ് തൊട്ട് 2000 സ്ക്വയർ ഫീറ്റിന് ഇടയ്ക്കുള്ള വീടുകളാണ് ഇപ്പം കൂടുതലും ചെയ്യുന്നത്. അതുകൂടാതെ വലിയ വീടുകൾ നമ്മൾ NRIസിന് ചെയ്യുന്നുണ്ട്, അത് സത്യസന്ധമാണ്. പക്ഷേ NRIസിന് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് NRIസിന് ക്ലയൻസ് ഇങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കുമ്പം അതിനകത്ത് ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും ചെയ്യുന്നുണ്ടാവും, ഞങ്ങളും അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് ഈ ക്ലയൻസുമായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇടപെടുന്നത്. ഇപ്പം അവർ വിദേശത്തായിരിക്കും, അവർക്ക് ഓടി എത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ അവരുടെ കൺസെപ്റ്റ് അനുസരിച്ചല്ല അവരുടെ വീട്ടിലെ മെമ്പേഴ്സ് വന്ന് ഞങ്ങളോട് കൺവേ ചെയ്യുന്നതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാറുണ്ട്, വാട്സപ്പ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിലുപരി ഞങ്ങളൊരു സൈറ്റ് ഞങ്ങളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ, അത് എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത് ഞങ്ങളുടെ പ്രോപ്പർട്ടി ആയതിന് തുല്യമാണ്. അപ്പോൾ അവിടെ എന്ത് നടന്നാലും ഞങ്ങളതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ആദ്യം തന്നെ ഞങ്ങൾ ചെയ്യുന്നത്, ഈവൻ ഇലക്ട്രിസിറ്റി അവിടെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ CCTV ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം മിനിമം ഒരു സൈറ്റിൽ, ഒരു 10 സെൻറ്റ് വരെയുള്ള സൈറ്റിൽ മിനിമം 4 ക്യാമറ കാണും. ഇതിൻ്റെ ലിങ്ക് അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ എന്ത് നടക്കുന്നു, ഇപ്പോൾ സാർ ഇപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ ആ വീട്ടിലെ ആക്ടിവിറ്റീസ് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അപ്പോൾ രണ്ടുപേർക്ക് അത് ആക്സസ് കിട്ടും, ക്യാമറയിലൂടെ എന്ത് കാണാൻ പറ്റും. അതെ, എന്തുമെന്ന് വെച്ചാൽ അവിടെ മെറ്റീരിയൽ വരുന്നുണ്ടോ, ലേബേഴ്സ് വരുന്നുണ്ടോ, പണി നടക്കുന്നുണ്ടോ, ഇത് നമുക്ക് വിദേശത്തിരുന്നിട്ട് നേരിട്ട് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് ക്ലയൻസിന്. പിന്നെ അതുകൂടാതെ നമ്മൾ ഓരോ മണിക്കൂർ ഇടപെട്ടും നമ്മുടെ വാട്സപ്പ് ഫോട്ടോസും വീഡിയോസും അയക്കുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് വളരെ ക്ലിയറായിട്ട് അവരുടെ ആ പ്രോസസ്സ്, ഓരോ വീടിൻ്റെ ഒരു കട്ട വെക്കുന്ന പോലും അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് വലിയൊരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്.